ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പാസ്പോർട്ട്, വിസ അങ്ങനെ ആകെ തിരക്കായിരുന്നു കുറച്ചു ദിവസം. ഒക്കെ ശരിയായി. 20-ാം തീയതിക്ക് മുന്നേ പോവാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കർത്താവ് ഒരാളെ കണ്ണീരാണ് എപ്പോഴും ആദ്യം കാണുന്നത്. നിന്റെ വിഷമങ്ങൾ കർത്താവ് കണ്ടു. കർത്താവ് വല്യപ്പച്ചന്റെ രൂപത്തിൽ വന്ന എന്നെ സഹായിച്ചേ. ആ 5 ലക്ഷം രൂപ അന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ അർഹിക്കാത്ത സ്തുതിയാ ഇക്കാര്യത്തിൽ കുറെ കാലമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്റെ കുറ്റബോധം കൂട്ടുക. എന്നാ വല്യപ്പച്ച? ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. നീ മനസ്സ് കൊടുത്തു കഴിഞ്ഞ ആള് തന്നെയാ നിന്റെ രക്ഷകനായി വന്നത്. എന്നാ? ഞാൻ മനസ്സ് കൊടുത്ത ആളോ? ദാവീദ്. ദാവീദോ? ദാവീദാണ് 5 ലക്ഷം രൂപ തന്നെ. അവനാ നിന്നെ സഹായിച്ചെന്നുള്ള കാര്യം നിന്നോട് പറയില്ലെന്ന് എന്നോട് വാക്കും മേടിച്ചായിരുന്നു. ഇപ്പൊ നിന്റെ ഇഷ്ടം അവനിലേക്ക് ചെന്നപ്പോ വല്യപ്പച്ചൻ എന്നെ ഒക്കെ പറയുന്നേ. ഞാൻ ദാവീദിനെ ഇഷ്ടപ്പെട്ടെന്നോ? ഞങ്ങള് ഫ്രണ്ട്സാ, നല്ല ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. ദാവീദുമായിട്ട് സംസാരിക്കും, എനിക്ക് ലിഫ്റ്റ് തരും, വീട്ടിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതെങ്ങനെയാ ഇഷ്ടാവുന്നേ? ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. പക്ഷെ മോളെ, അവന്റെ മനസ്സില് നീ വെറും ഒരു ഫ്രണ്ട് മാത്രമല്ല. പിന്നൊരു കാര്യം, നിന്റെ മനസ്സിൽ അവനൊരു സ്ഥാനവുമില്ലെന്നുള്ള കാര്യം ഇപ്പൊ അവൻ അറിയണ്ട. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമാവസ്ഥയിലാണ് അവനിപ്പോ. ക്ലർക്ക് ലീവില. കമ്പ്യൂട്ടർ ലാബിന്റെ മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഫണ്ടാ. ഒരു 1.5 ലക്ഷം രൂപ വരും. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ഓ, അങ്ങനെ ആരെയും പ്രത്യേകിച്ച് ആരെയും സംശയമില്ലാത്ത സ്ഥിതിക്ക് എല്ലാവരെയും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. സാധാരണ ഇത് പൂട്ടി താക്കോലാരാ കൊണ്ടുപോകാറുള്ളത്? അങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ല. ഓഫീസിൽ മേശയിലാ സൂക്ഷിക്കുന്നത്. ഈ പേന ആരുടേതാ? കുട്ടികളെ അല്ല, ആ സ്കൂളിലെ ചില അധ്യാപകരെയാണ് നമുക്ക് ആദ്യം നന്നാക്കാനുള്ളത്. ടീച്ചറാ. ഹലോ ദാവീദേ, എന്തുണ്ട് വിശേഷം? സുഖം. ഞാനൊരു കാര്യം പറഞ്ഞ ദാവീദ് ടെൻഷൻ ആവരുത്. എന്നാ ടീച്ചറെ? സ്കൂളിൽ നിന്ന് കുറച്ച് കാശ് മോഷണം പോയിട്ടുണ്ട്. പോലീസിന്റെ സംശയം നമ്മുടെ ജോയലിന്റെ ഗ്യാങ്ങിന് നേരെ വരാൻ പോണേ. ടീച്ചർ തന്നെ പറയുന്നേ. എന്നും വെച്ച് അവനെ കള്ളനാക്കും പോലെ ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാ? ദാവീദ് ഇതെന്താ പറയണേ? ഞാനൊരു ടീച്ചറാ, ജോയൽ എന്റെ സ്റ്റുഡന്റും. ജീവൻ പോയാലും ഞാൻ എന്റെ സ്റ്റുഡന്റിനെ പറ്റി കള്ളം പറയില്ല. ആ ഗ്യാങ് എന്നെ മോഷ്ടിച്ചെന്ന് ഉറപ്പാ. എന്തുറപ്പ്? ജോയലിന് ഞാൻ ഗിഫ്റ്റായി കൊടുത്ത പേനയാ പോലീസിന് സംഭവ സ്ഥലത്ത് നിന്ന് തെളിവായി ലഭിച്ചേക്കണേ. ഹലോ ദാവീദേ, ഹലോ ഹലോ. പോലീസ് വണ്ടി കയറി. എന്നാ സാറേ പ്രശ്നം? രാവിലെ എന്നാ കാര്യം? മാറിക്കടാ, ഒന്ന് ജീപ്പി കയറാ. അതെന്നാ സാറേ കാര്യം പറയാത്ത ദാവീട്ടിന് അങ്ങോട്ടും വരത്തില്ല. യവനെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ മെയിൻ്റനൻസിലുള്ള ഫണ്ട് മോഷ്ടിച്ചതാ. ഇല്ല സാറേ, ദാവീദ് ഒരിക്കലും അങ്ങനെ ചെയ്യൂല, അല്ലേ? ആ കാശ് മോഷ്ടിച്ചത് ഞാനാ. ഞാൻ വിശ്വസിക്കാനാ. രാവിലെ എന്നാത്തിന് എങ്ങനെയൊക്കെ ഇറങ്ങി വാടാ. അയ്യോ സാറേ, എവനെ അങ്ങോട്ട് കയറ്റി കേറാ. ദാവീദ് സ്കൂളിലെ പണം കെട്ടത്.
എന്നടാ നീയൊക്കെ കൂടെ മോഷ്ടിച്ച കാശ് അത് തിരിച്ചണം. എങ്ങനെ? ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ അവനെ കാശ് എനിക്ക് കിട്ടണം കേട്ടാ പോന്നീ. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. എന്നതാ മോളെ? എന്നതാ അച്ഛയ? ആരാ? എന്നാണോ? എന്നതാ കവറേല്? എന്നാന്നറിയില്ലെന്നേ. സ്കൂളുകാർ വന്നിട്ട് മോഷണം നടന്നിട്ടില്ല, പരാതിയില്ല എന്നൊക്കെ എഴുതി തന്നിട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ അവൻ അകത്തായനെ. പിന്നെ അവരെവിടെ എത്തിച്ച അച്ഛനാണെന്നൊക്കെ എനിക്കറിയാം. എനിക്കുറപ്പുണ്ട് ഇവനല്ല ഇത് ചെയ്തേന്ന്. കുറ്റം എന്തിനാ ഏറ്റേന്നൊക്കെ പറയിപ്പിക്കാൻ എനിക്കറിയാം. പിന്നെ എന്തോ ഒരു സിമ്പതി. സാറിന് തോന്നിയ ദയവ് അതവൻ്റെ നന്മയ്ക്ക് ദൈവം കൊടുത്ത കൂലിയാ. പിന്നെ ഞാൻ ആ മാഷുമാരെ കണ്ടു എന്നുള്ള നേരാ. വരൂ. അച്ഛോ, വണ്ടി ഒന്ന് നിർത്താം. നീ കാണിച്ചതൊരൽപ്പം അബദ്ധമായിപ്പോയി. നിന്റെ ജീവിതം വെച്ചായിപ്പോയി ഈ പരീക്ഷണം. അവനും കൂടെ ചേർന്നാണ് അച്ഛോ എൻ്റെ ജീവിതം. തെറ്റ് ചെയ്ത് അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണോ, അതോ ഇനി ഒരിക്കലും വഴി തെറ്റാതെ ഒരു ശ്രമം നടത്തണം? ഈ ചോദ്യമായിരുന്നു അച്ഛോ എൻ്റെ മനസ്സ് മുഴുവൻ. നിയമത്തിന് ശിക്ഷ കൊടുക്കാൻ പറ്റും, പക്ഷേ മനസ്സ് മാറ്റാൻ പറ്റണമെന്നില്ലല്ലോ. ജീവിതത്തിൽ ഞാൻ ജയിച്ചോ തോറ്റോ എന്നറിയാനുള്ള ഒരു പരീക്ഷ കൂടിയായിരുന്നു ഇത്. നേടിയോ അതോ വീണുപോയെന്ന് ഇന്നറിയാം. ഇടയന്റെ ശ്രദ്ധ കിട്ടാത്ത ആട്ടിൻപറ്റം വഴിതെറ്റി പോകുമെന്നാണല്ലോ. ദാവീദ് പുതിയൊരു ലോകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അനുജൻ വഴിമാറി നടക്കാൻ തുടങ്ങിയത് ദാവീദ് അറിഞ്ഞില്ല. പുതിയൊരു ലോകത്തായിരുന്ന ദാവീദ് ഇതായിപ്പോ കൈവിട്ടുപോയ കുഞ്ഞാടിനെ തിരികെ കൊണ്ടുവരാനുള്ള തെരച്ചിലാണ്. ജോയലെ കണ്ടായിരുന്നോ? ഇല്ല. ഈ സമയത്ത് അവനെങ്ങും ഭക്ഷിക്കുന്നു. എന്റെ ദൈവമേ,
ജോക്കുട്ടാ വേണ്ട എടാ വേണ്ട എടാ ചേട്ടാണോ പറഞ്ഞെ ചേട്ടാ ജോക്കുട്ടാ വിടേട്ടായി. ജോക്കുട്ടാ വിടാനാ പറഞ്ഞെ. എടാ ഇവിടെ വേണ്ട വിടാനാ പറഞ്ഞെ. ചേട്ടാണോ പറഞ്ഞെ എനിക്കിനി ജീവിക്കണ്ട വിടേട്ടായി. എടാ എടാ ഇങ്ങോട്ട് വാടാ വിടാനാ പറഞ്ഞെ. എടാ ജോക്കുട്ടാ എടാ വാ വിടാൻ. അപ്പേ എടാ ചേട്ടാണോ പറഞ്ഞെ എടാ പോരെ ആരെങ്കിലും ഒന്ന് ഓടി വന്നേ ഏട്ടായി വിടേട്ടായി. ദൈവമേ എടാ ജോക്കുട്ടാ ഞാൻ പറയാ ജോക്കുട്ടാ ശരി നീ എന്താ ചെയ്തോ പക്ഷെ ജോക്കുട്ടാ നീ പോയ നിന്റെ പുറകെ ഞാനുണ്ടാവും നീ ഇല്ലാതെ ഏട്ടക്ക് ജീവിക്കണ്ട ജോക്കുട്ടാ നിങ്ങളൊരിക്കലും കരയിക്കില്ലെന്ന് ശബ്ദം ചെയ്തവരെ ഞാൻ പക്ഷെ നീ കരയണ കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു ഈ ഏട്ടായിട്ടുള്ള ഇഷ്ടമായി കണ്ണീര് ഞാൻ നിനക്ക് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്ത് സ്റ്റേഷനിൽ കയറിയപ്പോ നീ നിന്റെ ജീവൻ തന്നെ പകരം തരാൻ തുടങ്ങി മതി ഈ ഏട്ടായിക്ക് അത് മതിയടാ എന്റെ മോൻ ആ തിരിച്ചറിവുണ്ടായത് കുറ്റം ഏട്ടായുടെ രക്ഷകർത്താവെന്ന് വെച്ചാ എപ്പോഴും കണ്ണു തുറന്നിരിക്കണം പക്ഷെ ഞാനെപ്പോഴോ ഇല്ലേട്ടായി അങ്ങനൊന്നുമില്ല. ഏട്ടാ എന്നെ എന്റെ ഹീറോ. അതെ സത്യം. എന്നാ വാ വീട്ടിലേക്ക് വാ അമ്മച്ചിയുടെ കാത്തിരിക്കുക മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ പദം. മനുഷ്യന്റെ സൗന്ദര്യം കുടികൊള്ളുന്നതോ അവന്റെ ഹൃദയത്തിലും. ഹൃദയം കൊണ്ട് നേടുന്നതും ഹൃദയം കൊണ്ട് കീഴടക്കുന്നതുമാണ് മഹത്തായ വിജയങ്ങൾ. ഇതാ ജ്യേഷ്ഠനെ തിരിച്ചറിഞ്ഞ അനുജനും അനുജനു വേണ്ടി ത്യാഗം ചെയ്ത ജ്യേഷ്ഠനും. അവരുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ദൈവമുണ്ട്. അവരുടെ പാതയോ ഇനി പ്രകാശം നിറഞ്ഞതും.